ഇപ്പോൾ ആളുകൾ ചില ഡയറ്റീഷ്യൻ്റെ അടുത്തൊക്കെ ഡയറ്റ് എടുക്കും, ഷെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പോൾ കാലത്ത് ഇത്ര കഴിക്കണം, ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കണം, വൈകുന്നേരം ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ ഡയറ്റ് എടുക്കും. അതെടുത്തതിന് ശേഷം അവർ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയറ്റ് ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഡയറ്റാണ് ഡയറ്റീഷ്യന്മാർ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ക്ലയൻറ്റിന് കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഫോളോ ചെയ്തതിനുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒക്കെ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ക്ലയൻറ്റിനെ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കാരണം എല്ലാ തലത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളതാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആണ്, ശരിക്കും പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ആണ് കോച്ചിങ് എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് അല്ല, ശരിക്കും പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഒരു 5 വർഷമായിട്ട് എൻ്റെ ബോഡീനെ കറക്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്ന ഫുഡിലും ഞാൻ ചെയ്യുന്ന എക്സസൈസ്, എൻ്റെ ഹാബിറ്റുകളാണ്. ഈ ഹാബിറ്റ് ഞാൻ എന്ന് തെറ്റിക്കുന്നു, ഞാൻ പഴയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും പലപ്പോഴൊക്കെ. അപ്പോൾ ഞാനത് കറക്റ്റാക്കിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലയൻറ്റിന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇന്ന് ആളുകൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും, എഴുതി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഈ പറയുന്ന ആൾക്ക് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതിയാവും. അതന്നെ നല്ലൊരു ട്രെയിനഡ്, ഒരു വെൽനസ് കോച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അതിൽ ഹോണസ്റ്റി ആയിരിക്കും.